ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ ഉണ്ടെന്ന് ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് മസൂർ ദാലാണ്. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ദാലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിന്ന് കുതിർത്ത് വെക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ന്യൂട്രിയൻ്റൊക്കെ അബ്സോർവ് ചെയ്യുന്നതിനും സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ചിലർക്കൊക്കെ ദാലൊക്കെ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് പ്രോബ്ലം ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറഞ്ഞു കിട്ടുന്നതിനും സഹായിക്കുന്നതാണ് ഇങ്ങനെ ദാലൊക്കെ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതാലേ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മസൂർ ദാലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് വേണ്ടിയത് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, അതിൻ്റെ ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ. പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് പോർഷൻ, പിന്നെ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ വെജിറ്റബിൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പീച്ചിങ്ങയിൽ ധാരാളം വൈറ്റമിൻ എ, സി, പൊട്ടാസ്യം, നാരുകൾ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിക്കുന്നു, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ദഹനം മെച്ചപ്പെടുത്തുന്നു, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നുണ്ട്, അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും വളരെയധികം നല്ലതാണ്. കുമ്പളങ്ങയിലും ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈച്ചിങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസൂർ ദാൽ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇപ്പോൾ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ എല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഈ ഓണത്തിന് പരിപ്പ് കറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് വെച്ച് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് ഈ പരിപ്പ് കറി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ അതിനകത്ത് പിന്നെ വെജിറ്റബിൾ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ പരിപ്പ് കറി വെക്കും. അല്ലെങ്കിൽ സാമ്പാറിൻ്റെ രീതിയിലായിരിക്കും വെക്കുന്നത്. പക്ഷേ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അത് പരിപ്പൊക്കെ വരുന്ന സമയത്ത് വെളിയിലോട്ട് തെറിക്കാറുണ്ടല്ലോ വിസിലടിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇനി അതിനൊരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലോട്ട് കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ശകലം വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി ഇത് എടുക്കുന്നുണ്ട്. ഒരു 2 വിസിലടിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ തുറന്നത്. അപ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലൊന്ന് എടുക്കാം. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അത് നല്ല കറക്റ്റ് പരുവത്തിനുള്ള ആയിരിക്കും. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കണം. ഈ സമയത്താണ് ഞാൻ ബാക്കി 2 പച്ചമുളക് ഇട്ട് കൊടുത്തത്. നേരത്തെ പരിപ്പ് വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പം ബാക്കി 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അരപ്പും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് അത് വരുന്നതിന് ആ ഒരു സമയമാകുമ്പോഴത്തേന് തന്നെ അത് ഗ്യാസൊക്കെ ഓഫാക്കണം. എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് ആ സമയത്ത് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചൂടായി വരുന്ന സമയത്ത് ആവശ്യമുള്ള 2-3 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ ശകലം കറിവേപ്പില ഇട്ട് ആ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരണം വരെ നമുക്കൊന്ന് ഇളകിയിട്ട് കൊടുക്കണം.
ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു ശകലം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ഓൺ ആണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫാക്കിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിലൊന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കറിയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പരിപ്പ് കറി ഇവിടെ ഒരു വ്യത്യസ്ത രീതിയിൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പരിപ്പ് കറി വെക്കുന്ന സമയത്ത് ഈ കഷ്ണങ്ങളൊന്നും ഇതുപോലുള്ള കഷ്ണങ്ങൾ ഇടാതെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ചോറ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് കറിയൊക്കെ കൂട്ടുന്ന സമയത്ത് ശകലം നെയ്യൊക്കെ ഒഴിച്ചു കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കടുക് വറുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നെയ്യൊക്കെ ചേർത്തിട്ട് നമുക്ക് കടുക് വറുക്കാമേ. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ. രണ്ടാമത്തെ ടിപ്പ്, അപ്പോൾ ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് തൊടാതെ ഉരച്ച് കഴിയാതെ നമുക്ക് എങ്ങനെ മാസങ്ങളോളം നല്ല ഫ്രഷായിട്ട് ഇരിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടലൊക്കെ ടോയ്ലറ്റൊക്കെ നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഡിഷ് വാഷർ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഡിഷ് വാഷർ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന പല വീഡിയോസും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ഡിഷ് വാഷർ ടാബ്ലറ്റ് അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് കളഞ്ഞിട്ടില്ല. അത് ഒരു ഇടികല്ലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉള്ളിൽ ആ പ്ലാസ്റ്റിക് കോട്ടിൻ്റെ അകത്ത് നന്നായിട്ട് അത് പൊടിഞ്ഞിരിക്കും. എന്നിട്ട് അത് ഒന്ന് നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് ഇളക്കിയാൽ മതി. അപ്പോൾ ഒന്ന് ഇടിച്ചിട്ട് അതൊന്ന് എല്ലാം ഒന്ന് ഇതായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് ഇളക്കിയിട്ട് ഇപ്പോൾ അതൊന്ന് എടുത്തിട്ട് ആ ഒരു അലുമിനിയം ഫോയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പം വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൂത്ത് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ആ എടുത്തിരിക്കുന്ന അലുമിനിയം ഫോയിൽ ഇതുപോലൊന്ന് നമുക്ക് മടക്കി എടുക്കാവുന്നതാണ്. ഒന്ന് ചുരുട്ടി എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ചാൽ മതി. ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇനിയും വേണ്ടിയത് ഇത് ഒരു നൂലാണ് വേണ്ടിയത്. എടുത്തിരിക്കുന്ന നൂല് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ബോൾ പോലെ ആക്കി എടുത്തല്ലോ, അതിലോട്ടൊന്ന് വെച്ച് നമുക്ക് കെട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. എന്നിട്ട് ഒരു നീളമുള്ള നൂലിൻ്റെ തുമ്പൂടെ വേണം. അങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ആ നൂലിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പോ വെച്ച് ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കെട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് അതിൽ ചെറിയ ചെറിയ ഹോൾ ഇടണം. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഹോൾ ഇടാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ടോയ്ലറ്റിൻ്റെ ടാങ്കിൽ കൊണ്ടിടാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കൊണ്ടിടാവുന്നതാണ്. അങ്ങനെ ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഓരോ ഫ്ലഷിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഇരിക്കും. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ടോയ്ലറ്റ് ഇരിക്കും. ഇപ്പം ഓണമൊക്കെ വരുവാണ്, എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ ക്ലീനിങ് ഒക്കെ വളരെ ഈസി ആക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. അതുമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.